ഇനി അടുത്ത അസംബ്ലി ഇലക്ഷൻ മത്സരിച്ച് നിങ്ങൾ എന്നെ ജയിപ്പിച്ചു കൊണ്ടുവരുമ്പോൾ ബാക്കി 50 ലക്ഷം കൊടുത്ത് നമ്മൾ പണി തീർക്കും. അത്രയേ ഉള്ളൂ. അത് പണം കൊടുക്കാം എന്ന് പറഞ്ഞതിൽ പണം ആദ്യം 1.5 കോടി രൂപ ഒരു MLA കിട്ടുന്ന 5 കോടി രൂപയും 1.5 കോടി രൂപ ഈ പാലത്തിന് വേണ്ടി മാത്രം പണമാക്കി പഞ്ചായത്തിൽ അടച്ചിട്ടുണ്ട്. ഞാൻ എൻ്റെ കണ്ണു തുറന്ന് നോക്കുമ്പോൾ എനിക്ക് ജാതിയും കാണാറില്ല, മതവും കാണാറില്ല, രാഷ്ട്രീയവും കാണാറില്ല. എൻ്റെ മുമ്പിൽ പുരുഷൻ സ്ത്രീ എന്ന് പറയുന്ന 2 പാർട്ടിയുണ്ട്, 2 ജാതിയുണ്ട്, അതല്ലാതെ മറ്റൊന്നുമില്ല. UDFന്റെ ഒരു മെമ്പർ പഞ്ചായത്ത് പ്രസിഡന്റ് ഭരിച്ചപ്പോൾ കൈവരിച്ച നേട്ടങ്ങൾ പറയാൻ ഇഷ്ടമല്ലാത്തതുകൊണ്ടാണോ, അവരെക്കുറിച്ച് പറയാൻ മടിയായതുകൊണ്ടാണോ, അതോ പറയണ്ട എന്ന് വെച്ചിട്ടാണോ, അതോ പറയാനൊന്നും ഇല്ലാഞ്ഞിട്ടാണോ എന്നറിയില്ല, ബഹിഷ്കരിച്ചു. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഇവിടെ ഈ സദസ്സിലില്ലാത്ത അവധിയെക്കുറിച്ച് നല്ലതല്ലേ പറഞ്ഞു, MPയെ കുറിച്ച് ഞാൻ നല്ലതല്ലേ പറഞ്ഞു, അനാവശ്യം വല്ലതും പറഞ്ഞു? ഞാൻ നല്ലതേ പറഞ്ഞു. അദ്ദേഹം പരിശ്രമിക്കുന്നു, അദ്ദേഹം ഒന്നുകൂടി പരിശ്രമിച്ചാൽ ഇപ്പോൾ ആ പൈസ കിട്ടും, കിട്ടിയാൽ അത് നടക്കും. നടന്നാൽ തന്നെയും തീരണമെങ്കിൽ 50 ലക്ഷം രൂപ MLA ഫണ്ട് തന്നെ കൊടുക്കണം. 3 വയസ്സുള്ള പിഞ്ചു കുഞ്ഞിന്റെ രാമണീശ്വരത്ത് 3 വയസ്സുള്ള പിഞ്ചു കുഞ്ഞിനെ പേപ്പട്ടി കടിച്ച് മരിച്ച സംഭവമാണ്. ഹൃദയഭേദകമായ കാഴ്ചയാണ്. 3 വയസ്സുള്ള കുഞ്ഞിന്റെ കയ്യിലെ ഞരമ്പിൽ കടിക്കുകയും ദിവസങ്ങൾക്കുള്ളിൽ കുഞ്ഞ് നമ്മളെ നഷ്ടപ്പെടുകയും ചെയ്തു. നമ്മുടെ സംസ്ഥാനം സമ്പൂർണമായും അതിദരിദ്രരില്ലാത്ത സംസ്ഥാനമായി മാറാൻ പോവുകയാണ്. നവംബർ 1-ാം തീയതി നമ്മുടെ സംസ്ഥാനം അതിദരിദ്രരില്ലാത്ത ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനമായി പ്രഖ്യാപിക്കാൻ പോവുകയാണ്. നമ്മൾ സാക്ഷരതയിൽ ആദ്യം എത്തിയവരാണ്. സമ്പൂർണ്ണ സാക്ഷരത നേടിയ സംസ്ഥാനം ഇന്ത്യയിൽ കേരളമാണ്. അതുപോലെ തന്നെ സമ്പൂർണമായും അതിദരിദ്രരില്ലാത്ത ഒരു സംസ്ഥാനമായി മാറുന്നതും നമ്മളായിരിക്കും. മാലിന്യമുക്ത കേരളം എന്ന ആശയത്തിലൂടെ ഈ പഞ്ചായത്തുകൾ ഒരുപാട് പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചു. നമുക്കറിയാം, ഞാൻ ഇങ്ങോട്ട് കടന്നു വരുമ്പോഴും ബോട്ടിൽ ബൂത്ത് കണ്ടു. ഈ ബോട്ടിൽ ബൂത്ത് എന്ന ആശയം വളരെ നല്ലൊരു ആശയമാണ്. കാരണം പ്ലാസ്റ്റിക് കുപ്പികൾ വലിച്ചെറിഞ്ഞ് പരിസ്ഥിതി മലിനീകരണം ഉണ്ടാക്കുന്ന പ്ലാസ്റ്റിക് സാധനങ്ങളെ ഈ ബോട്ടിൽ ബൂത്തിനുള്ളിൽ ഇടാം. പ്ലാസ്റ്റിക്കിനെ കൃത്യമായി നമ്മുടെ ഹരിതകർമ്മ സേന ശേഖരിച്ച് അതിനെ റീസൈക്കിൾ ചെയ്യാൻ വേണ്ടി കൊടുക്കുന്നു. നമ്മളെ അടുത്തൊരു തലമുറയെ ഏറ്റവും അപകടകരമായി ബാധിക്കുന്നത് പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ, കുപ്പികളൊക്കെയാണ്. അതിനെ എടുക്കാൻ നമുക്ക് കഴിയുന്നു. അതുപോലെ ജൈവ മാലിന്യങ്ങൾ സംസ്കരിക്കപ്പെടേണ്ടതുണ്ട്. അത് സംസ്കരിച്ചിട്ടുള്ള കുഴപ്പമെന്ന് പറയുന്നത് നമ്മൾ തന്നെ വിളിച്ചു വരുന്ന അപകടങ്ങളാണ്. ഒന്ന് പകർച്ചവ്യാധികളാണ്. വഴിയോരത്ത് വീക്ഷിക്കുന്ന ജൈവ മാലിന്യം ഉണ്ടാക്കുന്ന അണുബാധ. പല മാരകമായ രോഗങ്ങളും പടർന്നു പിടിക്കുന്നത് ഈ ജൈവ മാലിന്യങ്ങളെ. നമുക്കറിയാം, നമ്മുടെ രാജ്യത്ത് ഒഴിഞ്ഞുപോയ പ്ലേഗ് പോലുള്ള രോഗങ്ങൾ ഒരു കാലത്ത് വന്നത് ഈ മാലിന്യം വലിച്ചെറിയുന്ന ഒന്നാണ്. അതിൽ നിന്നാണ് വന്നത്. മാലിന്യത്തിൽ ജീവിക്കുന്ന എലിയിൽ നിന്നാണ് പ്ലേഗ് എന്ന രോഗം അന്ന് പടർന്നു പിടിച്ചത്. ഇന്ന് പ്ലേഗിനെ നമ്മുടെ രാജ്യത്ത് നിന്ന് നമുക്ക് ഓടിക്കാൻ വളരെ പണിപ്പെടേണ്ടി വന്നു. പക്ഷെ ഇന്ന് നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി പുതിയ പുതിയ രോഗങ്ങളെ സൃഷ്ടിക്കുകയും പകർത്തുകയും ചെയ്യുന്നതിൽ നമ്മൾ ഉപേക്ഷിക്കുന്ന മാലിന്യങ്ങൾ വലിയ പങ്കുവഹിക്കുന്നു. അതിനേക്കാൾ അപകടമായ കാര്യം തെരുവുനായ ശല്യമാണ്. ഈ തെരുവുനായ ശല്യം ഉണ്ടാകുന്നതിന്റെ പ്രധാന കാരണം നമ്മൾ വലിച്ചെറിയുന്ന ഭക്ഷണ സാധനങ്ങൾ, അവ തിന്ന് ജീവിക്കുന്ന നായ്ക്കളാണ്. നമ്മുടെയൊക്കെ വീടുകളിൽ നായ്ക്കളെ വളർത്തിയിരുന്നു, വർഷങ്ങൾ നമ്മുടെ പൂർവികരും ചെയ്തിരുന്നു. പക്ഷെ അതൊക്കെ നമ്മൾ വളർത്തുന്ന നായ്ക്ക് നമ്മൾ പാലൊഴിച്ചു കൊടുക്കും, നമ്മൾ മീൻ വെച്ചു കൊടുക്കും, നമ്മൾ ഇറച്ചി കൊടുക്കും, മുട്ട കൊടുക്കും, ചോറ് കൊടുക്കും. ഇതെല്ലാം കൊടുത്ത് നമ്മൾ വളർത്തുന്ന നായ്ക്ക് നമ്മളോട് സ്നേഹമുണ്ട്. നമ്മളെ കണ്ടാൽ ഓടി വരും, നമ്മളെ വാലാട്ടും, നമ്മുടെ കാലിലും കയ്യിലൊക്കെ നക്കും. അത് നമുക്കൊരു അന്യനായിട്ട് നമ്മുടെ വീട്ടിലെ ഒരു അംഗമായി മാത്രമേ അതിനെ തോന്നാറുള്ളൂ. പക്ഷെ ഇപ്പോഴങ്ങനെയല്ല. ഒരു നായ് തെരുവിൽ പ്രസവിച്ചു വീഴുന്നു, ആ നായ്ക്ക് ആവശ്യമായ ഭക്ഷണം അത് തന്നെ തേടിപ്പിടിക്കുന്നു. എവിടെ നിന്ന്? നമ്മൾ വലിച്ചെറിയുന്ന ചവറുകൂനയിൽ. നമ്മളിപ്പം ഈ പച്ചില വിളവിൽ തന്നെ എന്തുമാത്രം പാടുപെട്ടു. അവിടെ എല്ലാം ടൈൽസ് ഇട്ടു, ഇപ്പം പഞ്ചായത്ത് ക്യാമറ വെച്ചു. അങ്ങനെയൊക്കെ വെച്ച പച്ചില വിളവിൽ ആളൊഴിഞ്ഞ സ്ഥലത്തേക്ക് മാലിന്യം വലിച്ചെറിയാൻ അവിടെ വരുന്ന നായ്ക്കൾ ഇത് തിന്നാണ്. ഈ നായ്ക്കൾ തമ്മിൽ ഇത് തിന്നാനൊരു മത്സരം. രാത്രിയാകുമ്പോൾ ഓട്ടോറിക്ഷയിൽ എൻ്റെ വീട്ടിൽ ഒരു പാർട്ടി നടക്കുകയാണ്. അതിന്റെ കേറ്ററിംഗ് സാധനങ്ങൾ വേസ്റ്റ് വന്നെല്ലാം ചാക്കിൽ കെട്ടി ആരും കാണാത്ത സ്ഥലത്ത് വെട്ടിക്കോല പഞ്ചായത്തിന്റെ അതിർത്തിയിൽ വെളുപ്പിളിയോട് ചേർന്ന് കിടക്കുന്ന കോട്ടവട്ടം നരിക്കൽ റോഡിന്റെ ഭാഗം, ആ തോട്ടത്തിനകത്തെല്ലാം ആളില്ലാത്ത സ്ഥലം നോക്കി ഇത് കൊണ്ട് തട്ടുകയാണ്. മാലിന്യം കൊണ്ടങ്ങ് തട്ടുക. ആളൊഴിഞ്ഞ സ്ഥലത്ത് കണ്ടാൽ അപ്പ തട്ടും. ഈ തട്ടുന്ന മാലിന്യം തിന്നാൻ നായ്ക്കൾ വരികയാണ്. അതായത് തെരുവിൽ പ്രസവിച്ചു വീഴുന്ന ഒരു നായ്ക്ക് ജീവിച്ചു പോകണമെങ്കിൽ മനുഷ്യന്റെ സഹായം ആവശ്യമില്ല. അത് തെരുവിൽ കിടക്കുന്ന ഇത്തരം ഭക്ഷണ സാധനങ്ങൾ തിന്നെയാണ്. അപ്പൊ തിന്നാൻ ചെല്ലുമ്പോൾ വേറൊരു നായ് വരും. ഇവർ തമ്മിൽ ഒരു കടിപിടിയുണ്ട്. ഈ കടിപിടിയിൽ ജയിക്കുന്നവൻ ആഹാരം കൊണ്ടുപോകും. ഈ കടിപിടി ശീലിച്ച ഈ സാധനം പിന്നീട് മനുഷ്യനെ നോട്ടയിടാണ്. നമ്മുടെ കുഞ്ഞുങ്ങളെ കാണും. വിളക്കുടി പഞ്ചായത്തിൽ ഏറ്റവും വേദനിപ്പിച്ച സംഭവം, കഴിഞ്ഞ 5 വർഷത്തിൽ വിളക്കുടി പഞ്ചായത്തിൽ ഏറ്റവും വേദനിപ്പിച്ച സംഭവം എന്ന് ചോദിച്ചാൽ 3 വയസ്സുള്ള പിഞ്ചു കുഞ്ഞിന്റെ രാമണീശ്വരത്ത് 3 വയസ്സുള്ള പിഞ്ചു കുഞ്ഞിനെ പേപ്പട്ടി കടിച്ച് മരിച്ച സംഭവമാണ്. ഹൃദയഭേദകമായ കാഴ്ചയാണ്. 3 വയസ്സുള്ള കുഞ്ഞിന്റെ കയ്യിലെ ഞരമ്പിൽ കടിക്കുകയും ദിവസങ്ങൾക്കുള്ളിൽ കുഞ്ഞ് നമ്മളെ നഷ്ടപ്പെടുകയും ചെയ്തു. എന്തുകൊണ്ടാണ്? ആന്റി വൈറസ് ഇഞ്ചക്ട് ചെയ്താലും നമ്മളിതിന്റെ അപകടം മനസ്സിലാക്കണം. കുഞ്ഞിന്റെ മുഖത്തോ കയ്യിലോ മനുഷ്യന്റെ മുഖത്തോ കടിച്ചു കഴിഞ്ഞാൽ ഈ വാക്സിൻ ഒന്ന് പ്രതിരോധ ശേഷി കൈവരിച്ചു വരാൻ 15 ദിവസം എടുക്കുന്ന ഡോക്ടർമാർ പറയുന്നത്.
പക്ഷെ അതിനു മുമ്പേ പേവിഷബാധ തലച്ചോറിനെ ബാധിച്ചു കഴിയും, പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല, പിന്നെ മരുന്നില്ല, ചികിത്സിക്കാൻ ഡോക്ടർമാർ കഴിയില്ല. അപ്പൊ ഇത് എന്താണ്? അപ്പൊ ഈ തെരുവ് നായ്ക്കൾ ഉണ്ടാകുന്നതിന്റെ ഉത്തരവാദിത്തം, അത് അവിടെ ജീവിക്കുകയും അവിടെ വളരുകയും പെറ്റുപെരുകയും ചെയ്യുന്നതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം നമുക്ക് തന്നെയാണ്. നമ്മൾ മാലിന്യങ്ങൾ വലിച്ചെറിയുന്നുണ്ട്. ആ മാലിന്യങ്ങൾ സംസ്കരിക്കാൻ പഞ്ചായത്തുകളെ സഹായിക്കുക, പഞ്ചായത്തോട് സഹകരിക്കുക, ഹരിതകർമ്മ സേനയോട് സഹകരിക്കുക, പഞ്ചായത്തോട് സഹകരിക്കുക. നമ്മുടെ വീട്ടിലെ മാലിന്യങ്ങൾ വലിച്ചെറിയില്ല എന്ന് തീരുമാനിക്കുക. എൻ്റെ വീട്ടിൽ ഒരു കുഞ്ഞിൻ്റെ ബർത്ത്ഡേ ഉണ്ട്, അല്ലെങ്കിൽ ഒരു വിശേഷമുണ്ട്. ആ വിശേഷം കഴിഞ്ഞ് കിട്ടുന്ന മാലിന്യം വീടിൻ്റെ ഏതെങ്കിലും മൂലയ്ക്ക്, അല്ലെങ്കിൽ ആളൊഴിഞ്ഞ മറ്റേതെങ്കിലും വലിയൊരു പുരയിടത്തിന്റെ സൈഡിൽ കൊണ്ട് ഒരു കുഴിയെടുത്ത്, ഒരു തൂമ്പ എടുത്ത്, ഒരു കുന്താലി എടുത്ത്, ഒരു കുഴിയെടുത്ത് അതിനെ മൂടിയിട്ടാൽ ഭാവിയിൽ അത് മണ്ണിനോട് ചേരും, വളമായി മാറും. പക്ഷേ തെരുവിലേക്ക് വലിച്ചെറിയാതിരിക്കുക എന്നുള്ള വളരെ പ്രധാനമാണ്. പച്ചില വിളവിലെ ഉദാഹരണമാണ്. പച്ചില വിളവിലെ മാലിന്യങ്ങൾ ഒഴിവാക്കാൻ പെട്ട പാട് ചില്ലറയാണ്. ഇപ്പൊ ക്യാമറ കൂടി വെച്ചുകൊണ്ട് നമുക്ക് ആളെ കാണാം. മാലിന്യം വലിച്ചെറിഞ്ഞാൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ് വലിയ ഫൈൻ കൊടുക്കുകയാണ്. അപ്പൊ അതുകൂടെയൊക്കെ വരുന്നത് കൊണ്ട് മാറ്റം ഉണ്ടാവും. സമ്പൂർണ്ണ മാലിന്യമുക്ത കേരളമാണ്. പ്ലാസ്റ്റിക് കുപ്പികൾ വലിച്ചെറിയുക, ഇതൊക്കെ നാളെ ഒരവസ്ഥ. നമ്മളൊരു സ്ഥലത്ത് ചെന്നൊരു കെട്ടിടം വെക്കാമെന്ന് തോണ്ടി നോക്കണം, അല്ലെങ്കിൽ ഒരു വീടിന് ബേസ്മെന്റ് ഇടയ്ക്ക് കുടിച്ചാൽ അടിയിൽ നിന്ന് ഒരു 4 കുപ്പിയെങ്കിലും മുന്നിൽ. ഏത് തോട്ടിലോട്ട് വിളക്കുടി ഈ പിന്നെ നമ്മുടെ കുന്നിക്കോടുള്ള തോട് താഴ്ത്ത് നോക്കുക, അതിനകത്ത് കംപ്ലീറ്റ് പ്ലാസ്റ്റിക് കുപ്പിയും കവറുമാണ്. ഇത് എന്തിനാണ് ഇതിനകത്തേക്ക് വലിച്ചെറിയുന്നത്? നമ്മുടെ രാജ്യം ഒരു സ്വച്ഛ് ഭാരത് എന്ന് പറയുമ്പോൾ വളരെ വൃത്തിയുള്ളൊരു ഭാരതത്തെക്കുറിച്ചാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി സ്വപ്നം കാണുന്നത്. ഇന്ത്യയുടെ കാഴ്ചപ്പാടുകൾ മാറേണ്ടിയിരിക്കുന്നു. മഹാത്മജി മുന്നോട്ട് വെച്ച ശുചിത്വത്തിന്റെ വാക്കുകളുണ്ട്. അദ്ദേഹം നേരത്തെ നമ്മളെ വിട്ടുപിരിഞ്ഞത് കൊണ്ടാണ് നമുക്ക് ആ ഒരു ഭാഗ്യം കിട്ടാതെ, അല്ലെ 50 കൊല്ലം മുമ്പേ ഇന്ത്യ ശുചിത്വമുള്ള രാജ്യമായി മാറുമായിരുന്നു. പക്ഷെ നമ്മൾ ഇനിയും മാറേണ്ടിയിരിക്കുന്നു, ഒരുപാട് മാറും. പക്ഷെ കേരളത്തിൽ ത്രിതല പഞ്ചായത്തിന്റെ പ്രവർത്തനങ്ങളിൽ വലിയ മാറ്റം ഉണ്ടാക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. വിജയകരമായ പ്രവർത്തനമാണ് പഞ്ചായത്ത് നടത്തുന്നത്. വിളക്കുടി പഞ്ചായത്തിനെ സംബന്ധിച്ച് വികസന കാര്യങ്ങളിൽ ബഹുദൂരം മുന്നോട്ട് പോകാൻ കഴിഞ്ഞ വർഷങ്ങളാണ് കടന്നു പോകുന്നത്. MLA ഫണ്ടിൽ മാത്രം ഏതാണ്ട് 10-70 കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് വിളക്കുടിയിലെ പല റോഡുകളുമാണ്. നമ്മൾ ധാരാളം റോഡുകൾ നെടുവന്നൂർ, ഇതിനോട് അതിർത്തിയോട് ചേർന്ന് നെടുവന്നൂർ ഫയർ സ്റ്റേഷന്റെ പണി പൂർത്തിയായി. നമ്മൾ കാണുന്നുണ്ട് പല സ്ഥലങ്ങളും ഫയർ സ്റ്റേഷൻ തീർന്നു, മുറ്റത്തിടാൻ ടൈൽസ് ഇല്ല, കാട് പിടിച്ച് കിടക്കുകയാണ്, പരാതിയാണെന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുമ്പോഴാണ് തുറക്കുന്നത്. നമ്മൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഓൺലൈനിലൂടെയാണെങ്കിലും ഒന്ന് ഉദ്ഘാടനം ചെയ്തിട്ടുണ്ടെന്നുള്ള അപേക്ഷ അദ്ദേഹത്തിന് കൊടുത്തിട്ടുണ്ട്. അദ്ദേഹത്തിന് ഡേറ്റ് കിട്ടുന്ന മുറയ്ക്ക് ഏത് ദിവസവും നമ്മൾ ഫയർ സ്റ്റേഷൻ ഉദ്ഘാടനം ചെയ്യും. ഫയർ സ്റ്റേഷൻ ഉദ്ഘാടനത്തിന് റെഡിയായിട്ടുണ്ട്. പത്തനാപുരം താലൂക്ക് ആശുപത്രി പണിയുന്ന വേഗത നിങ്ങൾ കാണുന്നുണ്ട്. വളരെ വേഗത്തിൽ ഇനി ഏതാണ്ട് ഒരു ഫെബ്രുവരി മാസത്തോടെ കംപ്ലീറ്റ് ചെയ്യാൻ കഴിയുന്നതാണ് വിഷയം. താഴേന്ന് പണിത് വരുമ്പോൾ അതിന്റെ കൂടെ എല്ലാം മതിലെല്ലാം പൂശി റെഡിയാക്കി ടൈൽസ് ഒക്കെ ഇട്ടാണ് മുകളിലേക്ക് വരാൻ. ടൈൽസ് ഒക്കെ ഓർഡർ ചെയ്ത് കഴിഞ്ഞു. കാരണം താഴേന്ന് ഇട്ടാണ് ഫിനിഷ് ചെയ്താണ് മേലോട്ട് വരാൻ പോകുന്നത്. 5 നിലയും ഫിനിഷ് ചെയ്യുമ്പോൾ താഴേന്ന് കെട്ടിടം തീർന്നു വരും. അപ്പൊ കേരളത്തിലെ ഏറ്റവും വലിയൊരു താലൂക്ക് ആശുപത്രി നമുക്ക് സ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇളമ്മൽ, തിരുവഴി, മഞ്ഞവങ്കാല, കുതിരച്ചിറ, കോട്ടവട്ടം റോഡ്. കോട്ടവട്ടത്തേക്ക് റോഡ് ഒരിക്കലും തീരുമെന്ന് വിചാരിച്ചല്ല, അവിടുത്തെ പഞ്ചായത്ത് റോഡാണ്. അതിനെ PWD കൊണ്ട് ഇടിപ്പിച്ച് 3,28 രൂപയ്ക്ക് അത് നിർമ്മിച്ചു. ശാസ്ത്രി ജംഗ്ഷൻ കിണറ്റിങ്കര റോഡ് എന്നും തർക്കമായിരുന്നു, 4 കോടി രൂപയ്ക്ക് അത് വികസിപ്പിച്ചു. മനോഹരമായ റോഡാണ്. റോഡ് എത്ര മനോഹരമാണ്, ഒരു ദേശീയ നിലവാരമുള്ള റോഡായി മാറിയിരുന്നു. അതുപോലെ മണ്ണാങ്കുഴി റെയിൽവേ ഓവർ ബ്രിഡ്ജിന് വേണ്ടിയിട്ട് MLA ഫണ്ടിൽ നിന്നും 1.5 കോടി രൂപ അടച്ചു കൊടുത്തു കഴിഞ്ഞു. ഇനി MP ഒന്ന് വിളിച്ചു പറഞ്ഞാൽ അവർ ഡിസൈൻ ഒന്ന് മാറ്റി കൊടുക്കണം. അതിനിവിടെ ഇല്ലെങ്കിലും ഞാൻ പറയണം, മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് നമ്മുടെ അബദിയ നാസറുദ്ദീൻ വളരെ ആത്മാർത്ഥമായി ശ്രമിക്കുന്നുണ്ട്. ഇപ്പോഴും അവർ അതിന്റെ പുറകിൽ തന്നെയുണ്ട്. അവിടുത്തെ മെമ്പർമാര്, കാര്യറ മെമ്പർമാർ, അവരെല്ലാവരും അതിന് വളരെ കാര്യമാണ്. കാര്യറ എന്ന പ്രദേശത്തെ വിളക്കുടിയുമായി എടുക്കാൻ ഞാൻ പറഞ്ഞ വാക്ക് പാലിച്ചു. 1.5 കോടി രൂപ ഞാൻ അടച്ചു, പഞ്ചായത്തിൽ അടച്ചിട്ടുണ്ട്. പഞ്ചായത്തിന്റെ പൈസ റെഡിയാണ്. ഇനി ഷിപ്പ് യാർഡിന്റെ പൈസയാണ് വരാനുള്ളത്. അത് ഈ ഡിസൈൻ കൊടുത്താൽ മാത്രമേ അവർ ആ പൈസ ഇങ്ങോട്ട് അടയ്ക്കത്തുള്ളൂ. അത് MP-യിലത്ത് ഞാൻ അദ്ദേഹത്തെ ബന്ധപ്പെട്ടു, അദ്ദേഹം ഇടപെട്ട് സംസാരിക്കാമെന്ന് പറഞ്ഞു. അടുത്ത ദിവസങ്ങളിൽ ഞാൻ തന്നെ റെയിൽവേ ഉദ്യോഗസ്ഥരുമായി മന്ത്രി എന്ന നിലയിൽ ബന്ധപ്പെട്ടിട്ട് ആ പ്ലാൻ കിട്ടിക്കഴിഞ്ഞാൽ ഈ ഷിപ്പ് യാർഡുകാർ പണം തരാൻ റെഡിയാണ്. ഇനി അവസാനം മനസ്സ് മാറിക്കഴിഞ്ഞ് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ അതുകൊണ്ട് പാലം തീർന്നാൽ തന്നെയും നിങ്ങൾ മനസ്സിലാക്കണം, ഈ പാലം തീർന്നാൽ തന്നെയും അതിന് MP ഒറ്റയ്ക്കല്ല പണിയുന്നത്. കാരണം പൈസ എൻ്റെതേ അടച്ചിട്ടുള്ളൂ, പഞ്ചായത്തിൻ്റെ അടച്ചിട്ടുള്ളൂ. 50 പഞ്ചായത്തിൻ്റെ 50 എൻ്റെ 1.5 അടച്ചിട്ടുള്ളൂ. അത് പറയാൻ മടിക്കേണ്ട കാര്യമല്ല. MP ഒറ്റയ്ക്കല്ല പണിയുന്നത്. ഇപ്പോൾ അദ്ദേഹം ഇടപെട്ട് ഈ പ്ലാൻ ഒന്ന് അപ്രൂവ് ചെയ്ത് തന്നാൽ ഷിപ്പ് യാർഡിൽ നിന്ന് അവർ പൈസ തരും. ഷിപ്പ് യാർഡിലെ പൈസ നഷ്ടപ്പെടാനും സാധ്യത. നഷ്ടപ്പെട്ടാൽ പിന്നെ അടുത്ത 1.5 കോടി MLA തന്നെ എടുക്കേണ്ടി വരും എന്നൊരു സംശയവും വേണ്ട. ഇതുകൊണ്ട് പാലം തീരൂല. അതുകൂടെ നിങ്ങൾ മനസ്സിലായിക്കോണം. പാലം മെമ്പർക്കൊക്കെ അറിയാം, പാലം തീർന്നാലും അപ്രോച്ച് റോഡ് ഉണ്ടാവില്ല. ആ അപ്രോച്ച് റോഡിന് വീണ്ടും MLA 50 ലക്ഷം രൂപ കൊടുക്കണം. ഇനി അടുത്ത അസംബ്ലി ഇലക്ഷൻ മത്സരിച്ച് നിങ്ങൾ എന്നെ ജയിപ്പിച്ചു കൊണ്ടുവരുമ്പോൾ ബാക്കി 50 ലക്ഷം രൂപ കൊടുത്ത് നമ്മൾ പണി തീർക്കും. അത്രയേ ഉള്ളൂ. അത് പണം കൊടുക്കാം എന്ന് പറഞ്ഞതിൽ പണം ആദ്യം 1.5 കോടി രൂപ, ഒരു MLA കിട്ടുന്ന 5 കോടി രൂപയും
1.5 കോടി രൂപ ഈ പാലത്തിന് വേണ്ടി മാത്രം പണമാക്കി പഞ്ചായത്തിൽ അടച്ചിട്ടുണ്ട്. സാധാരണ അങ്ങനെയല്ല, പണി കഴിഞ്ഞിട്ടാണ് MLA ഫണ്ടിന്റെ ബില്ല് മാറുന്നത്. ഇതങ്ങനെയല്ല, അഡ്വാൻസ് പ്രത്യേക അനുമതി വാങ്ങി, ധനകാര്യമന്ത്രിയെ കണ്ട് പ്രത്യേക അനുമതി വാങ്ങി ആ 1.5 കോടി രൂപ അവിടെ അടച്ചു കഴിഞ്ഞു. റെയിൽവേക്ക് അടക്കണമെങ്കിൽ ബാക്കി പൈസ കൂടി ഷിപ്പ് യാർഡിൽ നിന്ന് കിട്ടണം. ഷിപ്പ് യാർഡിൽ നിന്നാണ് MP പൈസ വാങ്ങിച്ച് തരാമെന്ന് പറഞ്ഞത്. ഷിപ്പ് യാർഡ് കാര്യം പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ സംഗതി പൊളിഞ്ഞു എന്നുകൂടി ഓർത്തുകൊള്ളണം. ഇനി പൊളിയാതിരിക്കട്ടെ, പൊളിയണമെന്ന് ഞാൻ ആഗ്രഹിക്കത്തില്ല, നടക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കത്തുള്ളൂ. നമ്മൾ ആരും ചെയ്ത കാര്യങ്ങൾ നല്ലതെന്ന് ആരോടും പറയും. എനിക്ക് രാഷ്ട്രീയം ഇക്കാര്യത്തിലില്ല. പഞ്ചായത്തിൽ രാഷ്ട്രീയം പാടില്ല. ഇവിടെ ഇപ്പോൾ LDFന്റെ മെമ്പർമാരുണ്ട്, BJP മെമ്പർമാരുണ്ട്. വെട്ടിക്കരയും ചെന്നപ്പോൾ കോൺഗ്രസിന്റെ മെമ്പർമാരിൽ അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് വളരെ അന്തസ്സായി അതിൽ പങ്കെടുത്താണ്. അദ്ദേഹം അതിന്റെ നായകനാണ് പഞ്ചായത്തിന്. അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്തത്തിന്റെ ഭാഗമാണ് ഈ ഒരു ചടങ്ങ്. ജനങ്ങളുമായി പഞ്ചായത്തിന്റെ 5 വർഷത്തെ പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്ന ചടങ്ങ് ഒരു മെമ്പറും ബഹിഷ്കരിക്കാൻ പാടില്ല. അതെന്ത് രാഷ്ട്രീയത്തിന് പുറത്താണ് ഞാൻ. കാരണം പഞ്ചായത്ത് രാജ് നിയമത്തിൽ പ്രതിപക്ഷമില്ല എന്നാണ് മനസ്സിലായത്. പഞ്ചായത്ത് രാജ് നിയമത്തിൽ പഞ്ചായത്ത് മെമ്പറും പ്രസിഡന്റും ഒക്കെ ഉണ്ട്. എല്ലാ മെമ്പർമാർക്കും പ്രസിഡന്റാണ് നടത്തുന്നതെങ്കിലും വൈസ് പ്രസിഡന്റാണ് കണക്ക് വായിക്കുന്നതെങ്കിലും മറ്റെല്ലാ മെമ്പർമാർക്കും പഞ്ചായത്തിന്റെ പ്രവർത്തനങ്ങളിൽ തുല്യ അവകാശമുണ്ട്. അതാണ് പഞ്ചായത്ത് രാജ് നിയമം. അല്ലാതെ ഒരു മെമ്പർ വലുതും ഒരു മെമ്പർ ചെറുതുമൊന്നുമല്ല. എല്ലാവർക്കും തുല്യ അവകാശമുണ്ട്. എല്ലാവരും ഉത്സാഹിച്ച് നിൽക്കാം. പക്ഷെ ഇവിടെ ഒരു മണ്ടത്തരം കൂടിയുണ്ട്. 3 വർഷം UDFന്റെ ഒരു മെമ്പർ പഞ്ചായത്ത് പ്രസിഡന്റ് ഭരിച്ചപ്പോൾ കൈവരിച്ച നേട്ടങ്ങൾ പറയാൻ ഇഷ്ടമല്ലാത്തതുകൊണ്ടാണോ, അവരെ കുറിച്ച് പറയാൻ മടിയായതുകൊണ്ടാണോ, അതോ പറയണ്ട എന്ന് വെച്ചിട്ടാണോ, അതോ പറയാനൊന്നും ഇല്ലാഞ്ഞിട്ടാണോ എന്നറിയില്ല, ബഹിഷ്കരിച്ചു. അല്ലേ? 3 കാരണങ്ങളേ ഉള്ളൂ. ഒന്നുകിൽ അവധിയാൻ ആസ്വദിക്കുകയും ചെയ്ത കാര്യങ്ങൾ നല്ലതാണെങ്കിൽ അത് ആരും അറിയാതിരിക്കണം എന്നുള്ളത്. അതല്ല അവര് പറഞ്ഞ് ഇങ്ങനെ ആളാകണ്ട എന്നൊരു ചിന്ത. അതല്ലെങ്കിൽ പറയാനൊന്നുമില്ല എന്ന ഒരു ആശങ്ക. ഒന്നും പറയാനില്ലാത്തതുകൊണ്ടൊന്നും മിണ്ടുന്നില്ല എന്ന് ഞാൻ പറഞ്ഞല്ലോ. ഞാൻ ഇവിടെ ഈ സദസ്സിലില്ലാത്ത അവധിയെക്കുറിച്ച് നല്ലതല്ലേ പറഞ്ഞു, MPയെ കുറിച്ച് ഞാൻ നല്ലതല്ലേ പറഞ്ഞു, അനാവശ്യം വല്ലതും പറഞ്ഞു? ഞാൻ നല്ലതേ പറഞ്ഞു. അദ്ദേഹം പരിശ്രമിക്കുന്നു. അദ്ദേഹം ഒന്നുകൂടി പരിശ്രമിച്ചാൽ ഇപ്പോൾ ആ പൈസ കിട്ടും. കിട്ടിയാൽ അത് നടക്കും. നടന്നാൽ തന്നെയും തീരണമെങ്കിൽ 50 ലക്ഷം രൂപ MLA ഫണ്ട് തന്നെ കൊടുക്കണം. അതും കൊടുക്കാമെന്ന് ആദ്യത്തെ ദിവസം തന്നെ പഞ്ചായത്തിൽ കൂടി യുവത്തെ വിളിച്ച് ഞാൻ സമ്മതിച്ചിട്ടുണ്ട്. ആ പൈസയും കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നൊരു മടിയില്ല, പറഞ്ഞാൽ ചെയ്തിരിക്കും. ഒരു വാക്കം മാറി. നമ്മൾ പറഞ്ഞ സ്കൂൾ പണിതു, കുന്നിക്കോട് സ്കൂൾ പണിതു, എളമ്പൽ സ്കൂൾ പണിതു, വിളക്കുടി സ്കൂൾ പണിതു, ആശുപത്രി പണിതു, സബ് സെന്ററുകൾ, അംഗൻവാടികൾ ചോദിച്ച എല്ലാ മെമ്പർമാർക്കും കൊടുത്തു, രാഷ്ട്രീയം നോക്കാതെ. ഇതില് തങ്ങോമ്പള്ളച്ചേട്ടന്റെ വാർഡിൽ മാത്രം പണിയാൻ പറ്റാമെന്ന് വെച്ചാൽ അദ്ദേഹം ഒരു സ്ഥലം എഴുതി തന്നു. അത് പാറയായി പോയി എന്നുള്ളത് കൊണ്ട് സ്ഥലം മാറ്റി തന്നാൽ പണിയാം, അല്ലെങ്കിൽ ആ ഫണ്ട്, കാരണം പാറപ്പുറത്ത് പണിയാൻ പറ്റത്തില്ല. അദ്ദേഹം എഴുതി തന്ന സ്ഥലം ഭൂമിയാണെന്ന് വിചാരിച്ചു. ചെന്ന് നോക്കിയപ്പം പാറയായിരുന്നു. അതുകൊണ്ട് അത് മാറ്റി തന്നാൽ പണിയാം, അല്ലെങ്കിൽ ആ പണം എടുത്ത് മറ്റൊരു മെമ്പർക്ക് കൊടുക്കും, വേറെ വാർഡിലേക്ക് കൊടുക്കും. അനില് ഉപതെരഞ്ഞെടുപ്പിൽ വന്ന ആളാണ്, റഹീംകുട്ടി മരിച്ചത്. അനിലിന് കൊടുത്ത് 2 അംഗൻവാടിയാണ് കൊടുത്തത്. അദ്ദേഹം സ്ഥലം സംഘടിച്ചുകൊണ്ടുവന്ന് 2ാമത്തെ അംഗൻവാടി കൊടുത്തു. അതുപോലെ വായനശാലയ്ക്ക് ഇപ്പോൾ പൈസ കൊടുക്കുന്നുണ്ട്. പിന്നെ ഷംനാദിന് സ്കൂളിന് മതിൽ വേണമെന്ന് പറഞ്ഞു. മതിൽ പണിയാൻ ആൾ വന്നിട്ട് എന്നോട് ഷംനാദ് പറഞ്ഞു MLA ഒന്ന് വരണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. ഞാൻ പറഞ്ഞു ഷംനാദ് തന്നെ അങ്ങ് തുടങ്ങി വയ്ക്ക്, മതിൽ ഉദ്ഘാടനം ചെയ്യാൻ നോക്കും. അത് ചുറ്റുമതിൽ വേണമെന്ന് രക്ഷകർത്താക്കളുടെ ആവശ്യമാണ്. ബസ് കൊടുക്കാമെന്ന് പറഞ്ഞ് അതിനുള്ള നടപടിയായിട്ടുണ്ട്. ബസ് അനുവദിക്കാനുള്ള പൈസയ്ക്ക് എഴുതി കൊടുത്തിട്ടുണ്ട്. കുന്നിക്കോട് സ്കൂളിന് ഒരു ബസ് വേണമെന്ന് പറഞ്ഞു. ചോദിച്ചതെല്ലാം ഇവിടെ ഇരിക്കുന്നതും വരാത്തതുമായ മെമ്പർമാർ വേണം. ചോദിച്ചാൽ എന്തെങ്കിലും കൊടുക്കായിരുന്നുണ്ടോ? പിന്നെ ഇവിടെ കാര്യറയിൽ ഒരു സ്കൂൾ കെട്ടിടം വേണമെന്ന് പറഞ്ഞു. ഞാനിപ്പം മെമ്പറോട് ചോദിച്ചാൽ പറഞ്ഞു പണി തീർന്ന് നടക്കുക. എന്നാന്ന് വെച്ചാൽ ഡേറ്റ് പറഞ്ഞാൽ നമുക്ക് ഉദ്ഘാടനം ചെയ്യാൻ റെഡിയാണ്. കാര്യറ സ്കൂളായി. ഈ പഞ്ചായത്തിൽ എല്ലാ സ്കൂളുകളും 100 കുട്ടികളിലധികം പഠിക്കുന്ന എല്ലാ സ്കൂളുകൾക്കും സ്വന്തം കെട്ടിടമായ പഞ്ചായത്താണ് വിളക്കുടി പഞ്ചായത്ത്, മേലിലെ പഞ്ചായത്ത്. തലൂർ പഞ്ചായത്തിൽ ഇന്നലെയും ഒരു സ്കൂൾ, കുരാ സ്കൂളിന്, ഇതിനോട് ചേർന്ന് കിടക്കുന്ന കോയിന്നമംഗലം കുന്നിക്കോട് റോഡിന്റെ സൈഡിലുള്ള കുരാ സ്കൂളിന് ഇന്നലെ പുതിയ കെട്ടിടത്തിനായി പണം അനുവദിച്ചു വന്നിട്ടുണ്ട്. അപ്പം നമ്മളെ എല്ലാ മേഖലകളും മുന്നേറുകയാണ്. പഞ്ചായത്തിന്റെ പ്രവർത്തനങ്ങൾ പ്രശംസനീയമാണ്. ആശുപത്രിയുടെ പ്രവർത്തനം, പഞ്ചായത്ത് മരുന്നുകളും കാര്യങ്ങളെല്ലാം, നമ്മൾ വിളക്കുടി ആശുപത്രി ഒരു ദിവസം 500-ലധികം OP ആണ്. ചെറിയ സംഭവമല്ല. അപ്പം അത്രയും നല്ല നിലയിൽ എല്ലാ കാര്യങ്ങളും നടത്തിക്കൊണ്ടുപോകാൻ പഞ്ചായത്തിന് കഴിയുന്നുണ്ട്. ഞാൻ പഞ്ചായത്ത് പ്രസിഡന്റിനെയും വൈസ് പ്രസിഡന്റിനെയും മെമ്പർമാരെയും ഓരോരുത്തരെയും ഹൃദയപൂർവ്വം ഈ അവസരത്തിൽ അനുമോദിക്കുകയാണ്. ഒരുപാട് വികസന പ്രവർത്തനങ്ങളുണ്ട്. അത് എൻ്റെ MLAയുടെ വികസന പ്രവർത്തനങ്ങൾ വായിക്കാൻ നിന്നാൽ തന്നെ 15 മിനിറ്റ് എടുക്കും. ഞാൻ അതെല്ലാം വായിക്കുന്നില്ല. ചില കാര്യങ്ങൾ മാത്രം ഞാൻ പറഞ്ഞു. കാര്യറ സ്കൂള്, പിന്നെ എല്ലാ അംഗൻവാടികൾക്കും നമ്മൾ ഫർണിച്ചർ കൊടുക്കും. നമുക്കറിയാം നമ്മുടെ കുഞ്ഞുങ്ങൾ മാത്രമാണ് ഈ സംസ്ഥാനത്ത് തറയിലിരുന്ന് ആഹാരം കഴിക്കാത്ത, തറയിലിരുന്ന് കളിക്കാത്ത ഒരു സ്ഥലം പത്തനാപുരമാണ്. എല്ലാ അംഗൻവാടികൾക്കും നമ്മൾ വെച്ചു. പരമാവധി അംഗൻവാടി, ഓടിട്ട അംഗൻവാടികളെ മുഴുവൻ നമ്മൾ സ്മാർട്ട് അംഗൻവാടികളാക്കി മാറ്റി എന്നുള്ളതാണ്. ഓടിട്ടതോ ഷീറ്റിട്ടതോ ആയ ഒന്നും നമുക്കില്ല. കഴിഞ്ഞ ദിവസം പട്ടാഴി വടക്കേക്കരയിൽ ഒരു അംഗൻവാടി ഉദ്ഘാടനം ചെയ്യുമ്പോൾ ICDSലെ ഉദ്യോഗസ്ഥ പറഞ്ഞത്, ഞാൻ ഇവിടുന്ന് ദൂരെയാണ് താമസിക്കുന്നത്, പക്ഷേ എനിക്ക് വീട്ടിലിരിക്കുമ്പോൾ മനസമാനമുണ്ട്, ഓടിളകി കുഞ്ഞുങ്ങളെ തലയിൽ വീണു, ഫാൻ ഇളകി തലയിൽ വീണു എന്നുള്ള വാർത്തയൊന്നും വരാത്തൊരു സ്ഥലത്താണ്, പത്തനാപുരത്താണ് ഞാൻ ജോലി ചെയ്യുന്നതിൽ എനിക്ക് വളരെ ആശ്വാസമുണ്ടെന്നാണ് ആ സഹോദരി പറഞ്ഞത്. സർക്കാർ ഉദ്യോഗസ്ഥയാണ്. അവർ പറയുകയാണ് ഞാൻ ഇവിടെ അല്ല താമസിക്കുന്നത്,
പക്ഷെ ഞാൻ ജോലി ചെയ്യുന്നത് തൊട്ടായി വടക്കേക്കര പഞ്ചായത്തിലാണ്. പക്ഷേ എൻ്റെ അംഗൻവാടികളിലെ കുഞ്ഞുങ്ങൾക്ക് ഒരു പ്രശ്നവും ഉണ്ടാവില്ല എന്ന ധൈര്യം എൻ്റെ വീട്ടിൽ. കാരണം TV തുറന്നാൽ നമ്മൾ കാണാം, ഫാൻ ഊരി വീണു, കുഞ്ഞിൻ്റെ തലയിൽ കൂടെ ഉളളി വീണു, ഷീറ്റ് ചോരുന്നു. ഇതൊന്നുമില്ല. നല്ല അംഗൻവാടികൾ, നല്ല സ്കൂളുകൾ, എല്ലാ സ്കൂളിനും ഫർണിച്ചർ. ഇപ്പം വിളക്കുടി സ്കൂളിനടക്കം, കുന്നിക്കോട് സ്കൂളിനടക്കമുള്ള ഫർണിച്ചർ ഓർഡർ ചെയ്തിട്ടുണ്ട്. അതും വരും. നമ്മുടെ മക്കൾ നല്ല ഫർണിച്ചറിൽ നിന്ന് പഠിക്കും, നല്ല ക്ലാസ് മുറിയിലിരുന്ന് പഠിക്കും, നല്ല അംഗൻവാടികളിൽ പഠിക്കും. എല്ലാ സംവിധാനം, നല്ല റോഡുകൾ നമ്മൾ ഉപയോഗിക്കാം, ഏറ്റവും നല്ല റോഡുകൾ. ഇപ്പൊ കുന്നിക്കോടുന്ന് വില്ലൂരേക്ക് കയറുന്ന റോഡിന്റെ പണി റെഡി ആയിക്കൊണ്ട് തുടങ്ങും. നല്ല BMNBC റോഡാണ് വരുന്നത്. എല്ലാ റോഡുകളും തമ്മിൽ നമ്മൾ ബന്ധിപ്പിച്ചില്ലേ? അപ്പൊ അതുകൊണ്ട് നമ്മുടെ നാടിന്റെ പുരോഗതി ചർച്ച ചെയ്യാനാണ് നമ്മളിവിടെ വന്നിരിക്കുന്നത്. ആ ചർച്ചയിൽ നിന്ന് ആരും വിട്ടു നിൽക്കുന്ന മണ്ടത്തരം എന്നുള്ളതുകൊണ്ടാണ്. പിന്നെ ചിലരും മാറിയിരിക്കുന്ന കാര്യം എന്താ പറയുക, എൻ്റെ വാർഡ് സ്ത്രീയായി, എൻ്റെ വാർഡ് പുരുഷനായി, എൻ്റെ വാർഡ് പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ടവർക്കായി മാറ്റിവെച്ചു, അതുകൊണ്ട് ഇനി അവിടെ കിടന്ന് കറങ്ങിയിട്ട് കാര്യമില്ല, ഇനി വീട്ടിലിരിക്കാം എന്ന് ചിന്തിച്ച് യുദ്ധത്തിൽ നിന്ന് പിന്മാറിയ, കർമ്മരംഗത്ത് നിന്ന് പിന്മാറിയവരും കാണും. അങ്ങനെ പിന്മാറാത്തവർ ഇവിടെയുണ്ട്, കർമ്മരംഗത്ത് നിന്ന് പിന്മാറിയവർ വന്നില്ല എന്നാണ്. എനിക്കിനി ഇവിടെ മത്സരിക്കാൻ പറ്റത്തില്ല, ഇതിനി എങ്ങനെ നശിച്ചാലും ഒന്നുമില്ല, വിട്ടേരെ എന്നുള്ളതാണ്. അല്ലയോ? അതൊരു കാരണമാണ് എന്നെനിക്ക്, അങ്ങനെ സൈക്കോളജി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഏതായാലും ഇതിലൊക്കെ പങ്കെടുക്കണം. പഞ്ചായത്തിൽ പ്രതിപക്ഷമില്ല, പഞ്ചായത്തിൽ രാഷ്ട്രീയമില്ല. പഞ്ചായത്ത് എന്ന് നോക്കുമ്പോൾ എൻ്റെ മുമ്പിൽ ഞാൻ കാണുമ്പോൾ എനിക്ക് മനുഷ്യൻ മാത്രമേ ഉള്ളൂ. പുരുഷൻ സ്ത്രീ എന്ന രണ്ട് മനുഷ്യർ മാത്രമേ കാണുന്നുള്ളൂ, വേറെ ഒന്നും ഞാൻ കാണുന്നില്ല. ഒരു രാഷ്ട്രീയവും കാണുന്നില്ല. ഞാൻ എൻ്റെ കണ്ണു തുറന്ന് നോക്കുമ്പോൾ എനിക്ക് ജാതിയും കാണാറില്ല, മതവും കാണാറില്ല, രാഷ്ട്രീയവും കാണാറില്ല. എൻ്റെ മുമ്പിൽ പുരുഷൻ സ്ത്രീ എന്ന് പറയുന്ന രണ്ട് പാർട്ടിയുണ്ട്, രണ്ട് ജാതിയുണ്ട്, അതല്ലാതെ മറ്റൊന്നുമില്ല. കുഞ്ഞുങ്ങൾ വളരെ പ്രധാനപ്പെട്ട, നമ്മുടെ കുഞ്ഞുങ്ങളുടെ സുരക്ഷിതത്വം വളരെ പ്രധാനപ്പെട്ടതാണ്. ഞാൻ എല്ലാ മേഖലയിലും മുന്നോക്കം വികസനത്തിലും എല്ലാ സാമൂഹ്യ ക്ഷേമരംഗത്തും വികസന നേട്ടങ്ങൾ കൈവരിക്കാൻ കഴിഞ്ഞ വിളക്കുടി പഞ്ചായത്ത്. ഞാൻ 10 വർഷമായി വിളക്കുടി പഞ്ചായത്തുമായി വളരെ അടുത്ത് സഹകരിക്കുന്ന ഒരാളാണ്. ഞാൻ രാഷ്ട്രീയം നോക്കില്ല, അവധിയായിരിക്കുമ്പോൾ ഞാൻ വളരെ നന്നായി സഹകരിച്ചിട്ടുണ്ട് അവരടുത്ത്. അതിനുശേഷം വന്ന കലയോടും ഞാൻ ഇവർ രണ്ടുപേരോടും, ഞാൻ റെജീനോടും വളരെ സ്നേഹത്തോടെ സഹകരിച്ചിട്ടുണ്ട്. വിജയനോട് ഞാൻ സഹകരിച്ചിട്ടുണ്ട്, അജിമോഹനോട് ഞാൻ സഹകരിച്ചിട്ടുണ്ട്. അജിമോഹനും വിജയനും ഇരിക്കുന്ന കാലത്താണ് ഏറ്റവും വലിയ വികസനം വിളക്കുടി പഞ്ചായത്തിന്റെ ചരിത്രത്തിലെ കോടാനുകോടിയുടെ ഏറ്റവും വലിയ വികസന പ്രവർത്തനങ്ങൾ അന്ന് തുടങ്ങിയതാണ്. അവിടെ നിങ്ങോട്ട് വൻ വികസനം, ഇപ്പോൾ കോടാനുകോടി രൂപ, 100 കണക്കിന് കോടി രൂപയുടെ വികസനം വിളക്കുടി പഞ്ചായത്തിൽ കൊണ്ടുവരാൻ കഴിഞ്ഞിട്ട് നമുക്കൊരു പ്രശ്നം പറ്റിയത് കുടിവെള്ള പദ്ധതി പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. വാട്ടർ അതോറിറ്റിയുടെ MD-യുമായി ഞാൻ കഴിഞ്ഞ ദിവസം സംസാരിക്കുന്നു. പഴയ കോൺട്രാക്ടറെ പരിപൂർണമായി ഒഴിവാക്കാൻ ബഹുമാനപ്പെട്ട കോടതിയുടെ നിർദ്ദേശമുണ്ട്. അത് വാങ്ങിക്കൊണ്ട് നമ്മൾ അത് ഒഴിവാക്കി പുതിയ കോൺട്രാക്ട് കൊടുത്ത് ചെയ്തു തരാമെന്നാണ്. അതിനുള്ള കാലതാമസം വന്നു, കാരണം നമ്മളൊരു ഘട്ടത്തിൽ അയാളെ ഒഴിവാക്കാൻ പോയതാണ്. ഇപ്പോൾ ബഹിഷ്കരിച്ചിരുന്ന ആൾക്കാരുടെ ചില നേതാക്കൾ എന്നെ വിളിച്ച് സമ്മർദ്ദം ചെലുത്തി, ഞങ്ങളുടെ പാർട്ടിക്കാരനാണ്, ഒഴിവാക്കരുതെന്ന് പറഞ്ഞു. ശരി, ഓക്കെ, ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. അതിൻ്റെ ദുരിതം നമ്മൾ അനുഭവിച്ചു. രാഷ്ട്രീയം ഇതിൽ പാടില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണത്. ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളെ കൊണ്ട് ഈ വ്യക്തി എന്നെ വിളിപ്പിച്ചു, ഞങ്ങൾ തിരുവല്ലയിലുള്ള പാർട്ടിയുടെ ഒരു നേതാവാണ്, ഉപദ്രവിക്കരുത് എന്ന് പറഞ്ഞു. അത്രയും മാന്യരായ വ്യക്തികൾ പറയുമ്പോൾ അവരെ മാനിക്കണം എന്നുള്ളത് കൊണ്ട് ശരി, ആയിക്കോട്ടെ എന്ന് അവരുടെ വാക്കുകളെ നമ്മൾ ശിരസാ നമിച്ചു. അത് നമുക്ക് ദോഷമായി മാറി എന്നുള്ള കാര്യം ഞാൻ തുറന്നങ്ങ് പറയുകയാണ്. അത് എനിക്ക് പറ്റിയൊരു അബദ്ധമാണ്. കാരണം ഞാൻ അതിൽ അവരുടെ ഈ പൊസിഷനും അവരുടെ കാര്യങ്ങളും അവരുടെ രാഷ്ട്രീയ സീനിയോറിറ്റിയും കാര്യങ്ങളൊക്കെ ഞാൻ പരിഗണിച്ചു. അതെൻ്റെ തെറ്റാണെങ്കിൽ പൊറുക്കുക, അതല്ലെങ്കിൽ ഇത് തീർന്നു പോയേനെ. അന്നേ ഞാൻ ഓടിച്ചേനെ, ആളിനെ ഓടിക്കാൻ ഞാൻ പഞ്ചായത്ത് ഓഫീസ് വെച്ച് തീരുമാനമെടുത്തതാണ് ഓടിക്കാനായിട്ട്. പക്ഷേ അതിലൊന്നും വിഷമമില്ല, എല്ലാ കാര്യങ്ങളും തീർന്ന് നിങ്ങൾക്ക് ആശങ്ക വേണ്ട, എത്രയും പെട്ടെന്ന് എല്ലാവർക്കും കുടിവെള്ളം എത്തിക്കും. അതുപോലെ വിളക്കുടി പഞ്ചായത്തിൽ 1-2 റോഡ് കൂടി അനുവദിക്കും. നമ്മൾ ഈ ഇവിടുന്ന് കുന്നിക്കോടുന്ന് മേലിലേക്ക് കയറുന്ന റോഡിൻ്റെ അവിടുന്ന് നമ്മൾ അമ്പലത്തിലോട്ട് പോകുന്ന വഴിയുണ്ട്. ആ വഴിയിൽ പണം അനുവദിക്കാൻ വേണ്ടി ഫയല് ശ്രീ ബാലഗോപാൽ മന്ത്രിയുടെ കയ്യിരിക്കുകയാണ്. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ അദ്ദേഹം അത് ഒപ്പിട്ട് തരും. തന്നു കഴിഞ്ഞാൽ ആ റോഡിന്, നമ്മുടെ അപ്പിയുടെ വാർഡാണ്, ആ വാർഡിൽ ഒരു റോഡ്, കാരണം അങ്ങ് മേലിലെ റോഡിൽ പോയി ഇറങ്ങണം. അവിടെ വളരെ 2 ക്ഷേത്രങ്ങളുണ്ട്, അവിടെ ഒരുപാട് ആൾക്കാർ താമസമുള്ള സ്ഥലമാണ്. അപ്പോൾ ആ വഴി കൂടെ റോഡിന് പണം ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ വരുമെന്ന് അറിയിക്കുന്നു. വിളക്കുടി പഞ്ചായത്തിൽ കാവൽപ്പുര മുതൽ നമ്മുടെ കോടിയാട്ട് ജംഗ്ഷൻ, മഞ്ഞക്കാല, അതുപോലെ നമ്മുടെ റെയിൽവേ ക്രോസിൻ്റെ അവിടെ വരുന്നതാണ്, ആവണീശ്വരം റെയിൽവേ ക്രോസിൻ്റെ കാവൽപ്പുര, അത് കണക്ഷനുണ്ട് അങ്ങനെ. അതുപോലെ ഗുരുമന്ദിരത്തിൻ്റെ ഇവിടുന്ന് കയറി, അനിൽ സെക്രട്ടറി ആയിരുന്ന നമ്മളെ ഗുരുമന്ദിരത്തിനും കൂടെ കയറി കാവൽപ്പുരയ്ക്ക് പോകുന്ന റോഡുണ്ട്. നമ്മളെ പഴയ കാഷ്യൂ ഫാക്ടറിയുടെ അവിടെ നിന്ന് കയറി പോകുന്ന റോഡ്, അതിനും പണം വന്നിട്ടുണ്ട്. അതിൻ്റെ നിർമ്മാണം തുടങ്ങി. അത് പഞ്ചായത്ത് എഞ്ചിനീയറാണ് ചെയ്യേണ്ടത്. അതെല്ലാം ചെയ്യിക്കണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഇത്രയും വികസന പ്രവർത്തനങ്ങൾ നടത്തിയ, ഈ ഒരു ക്ഷേമ പ്രവർത്തനങ്ങൾ നടത്തിയ ഇന്ന്